ഫോർട്ട് കൊച്ചി വൈപ്പിൻ റൂട്ടിൽ യാത്രാ ദുരിതം രൂക്ഷമായിരിക്കുകയാണ്. ആകെയുള്ള രണ്ട് റോറോ സർവീസുകൾ ഒന്ന് പണിമുടക്കിയതാണ് കാരണം. 4000-ലധികം ആളുകൾ ആശ്രയിക്കുന്ന സർവീസാണ് ഇപ്പോൾ മുടങ്ങിപ്പോയിരിക്കുന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വൈപ്പിനിൽ ഈ റോറോ സർവീസ് നടത്തുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ആളുകൾ നമ്മളെ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് ഇവിടെ എത്തിയത്. ഇതൊരു ജനകീയ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു യാത്രാ ദുരിതമാണ് ഈ കാണുന്നത്. അതായത് ഈ കാണുന്ന സേതു സാഗർ 2 എന്ന് പറയുന്ന റോറോ സർവീസ് ജങ്കാർ അത് പണിമുടക്കിയിട്ട് ഇന്നിപ്പോൾ ഏതാണ്ട് 10 ദിവസമാകുന്നു. നിലവിൽ ഇപ്പോൾ ഓടുന്നത് ഒരെണ്ണമാണ്, അത് സേതു സാഗർ 1 അതിൽ പക്ഷേ ആളുകളെ കൊണ്ടുപോകുന്നതിന് ഒക്കെ തന്നെ പരിമിതിയുണ്ട്. ഒരേ സമയം കുറച്ച് ആളുകൾക്ക് വെച്ച് മാത്രമേ ഇവിടെ നിന്ന് മറുകര പറ്റാൻ സാധിക്കൂ, വൈപ്പിനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആളുകൾ ഏറെ നേരം ഇങ്ങനെ കാത്തു നിന്നിട്ട് വേണം ഫോർട്ട് കൊച്ചിയിലേക്ക് ഇവർക്ക് പോകുന്നതിനും തിരികെ എത്തുന്നതിനും. ഈ നിര മുഴുവൻ ഇരുചക്ര വാഹനങ്ങളാണ്. തൊട്ടിപ്പുറത്തെ വശത്ത് കാണുന്നത് 4 വീലേഴ്സ് വാഹനങ്ങൾ, വലിയ ചരക്ക് വാഹനങ്ങൾ അടക്കം ഇങ്ങനെ കാത്തു കിടക്കുകയാണ്. ഇതിങ്ങനെ നീണ്ടു നിരന്ന് ഒരു വശം ഫുള്ള് ഉണ്ടാവുകയും ചെയ്യും. ഈ ആളുകൾ ഇതുമൂലം വളരെയധികം ജോലിക്ക് പോകുന്ന സാധാരണക്കാരായ ആളുകളാണ്. അവരെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് ആളുകളുടെ പ്രതികരണം വേണം ചോദിക്കാൻ. ചേട്ടാ, ഇതുകൊണ്ട് ഇപ്പോൾ ഈ 2 സർവീസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരെണ്ണമായിട്ട് ചുരുങ്ങി. വലിയ ബുദ്ധിമുട്ടാണോ? യാത്രാശമയ ദുരിതമാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെ 20-30 വെയിറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നത്. പണിസ്ഥലത്ത് കറക്റ്റായിട്ട് എത്താൻ സാധിക്കുന്നില്ല, അതൊരു വലിയ വിഷയമാണല്ലോ. ഇത് എത്ര ദിവസമായി ഇതിങ്ങനെ തുടങ്ങി? 10 ദിവസത്തോളം കേട്ടിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഈ ദൃശ്യങ്ങൾ നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ പ്രശ്നം ഇത് മുൻപും നമ്മൾ പലതവണ ഇത് അഭിസംബോധന ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയം നമ്മൾ പലതവണ വാർത്തകളിൽ കൊണ്ടുവന്നിട്ടുള്ളതുമാണ്. പക്ഷേ ഇതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാകുന്നില്ല. ഈ റോറോ സർവീസ് വന്നതിന് ശേഷം 1-2 തവണയല്ല ഇതിങ്ങനെ പണിമുടക്കുന്നത്, തുടർച്ചയായി ഇത് പണിമുടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു പ്രശ്നം കാരണമാണ് ഇതിങ്ങനെ ഈ ആളുകൾക്ക് ഇങ്ങനെ വന്ന് ഏതാണ്ട് 10-20 മിനിറ്റ് കാത്തു നിന്നിട്ടാണ് ഈ ഒരു സർവീസ് മാത്രമുള്ള ഈ റോറോ സർവീസിൽ കയറി അവർക്ക് മറുകര പറ്റാൻ സാധിക്കുന്നത്. ഇനി കാണാം, ഒരു വശത്ത് ഇരുചക്ര വാഹനങ്ങൾ നിറയെ, ഒരു വശത്ത് 4 വീലറുകൾ ഉണ്ട്. ഇവിടെ കുറച്ചധികം ഇതിൻ്റെ ചില സംഘടനകൾ കൂടിയുണ്ട്, ഈ യാത്രക്കാരുടെ അടക്കമുള്ള. ചേട്ടാ, ഈ സംഭവം ഇത് എന്ന് മുതലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്? ഇതിപ്പോൾ ഒരാഴ്ച ഇതിങ്ങനെ ഇതിൻ്റെ ജർമ്മനി ഡെൻമാർക്കിൽ നിന്നാണ് ഇതിൻ്റെ സ്പെയർ പാർട്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഹൈഡ്രോളിക് പമ്പ് കംപ്ലൈൻ്റ് ആയെന്ന് പറയുന്നു. പക്ഷെ അതിൻ്റെ പാർട്സ് വരണമെങ്കിൽ ഡെൻമാർക്കിൽ നിന്ന് വരണം. ഡെൻമാർക്കിൽ നിന്ന് 25 ലക്ഷമൊക്കെ ആകുമെന്നാണ് പറയണം. അപ്പോൾ ഇത് റിപ്പയർ ചെയ്തെടുക്കണതിന് ഇപ്പോൾ ആൾക്കാരെ സമീപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത്ര നാൾ നമ്മൾ ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ച കറക്റ്റ് ഓടിയാൽ പിന്നെ ഒരാഴ്ച ഇത് തന്നെ. ഇത് എത്രയധികം ആളുകളുണ്ട് ഈ പ്രദേശത്ത് ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്ന ട്രാവൽ? 10,000 ആൾക്കാരുണ്ട് സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുഭാഗത്തുള്ളവർ ജോലിയും അത്തരം കാര്യങ്ങളുള്ളവർ. ഈ സാധാരണക്കാരുടെ എത്ര നേരം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് ഇങ്ങനെ? ഇവിടെ ഇപ്പോൾ ഇത് 1 മണിക്കൂറോളം കാത്തിരുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതൊരു കാണുമ്പോൾ ചെറിയൊരു പ്രശ്നമെന്ന് തോന്നും. യാത്രാ ദുരിതം മുൻപും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് തോന്നും. പക്ഷേ ഇത് ഇവിടുത്തെ ആളുകളുടെ ഒരു ജീവിതത്തിന്റെ തന്നെ ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. ഇത് ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട് യാത്രാ ദുരിതം. ശരിക്കും മാറുന്നുണ്ട്. ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരും. ഒരു അരമണിക്കൂറായിട്ട് എന്തായാലും കാത്തിരിക്കുന്നുണ്ട്. ജോലിക്കൊക്കെ പോകുന്നതിന് വലിയ താമസം വരികയും ചെയ്യുമല്ലോ. വരുന്നുണ്ട്. അത് ഇത് ഇവിടുത്തെ ഈ ഒരു ജനകീയ പ്രശ്നം നമ്മളോട് വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിവിടെ വന്നതും ഈ വാർത്ത വീണ്ടും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നതും. മുൻപ് നമ്മുടെ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലടക്കം നമ്മളിത് ചൂണ്ടിക്കാണിച്ചതുമാണ്. അപ്പോൾ ഇടയ്ക്ക് ഇത് വേഗത്തിൽ റിപ്പയർ ചെയ്ത് ഇറക്കും, വീണ്ടും അത് പണിമുടക്കി എന്ന് പറഞ്ഞ് വീണ്ടും കയറ്റിയിടും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത് മീനൊക്കെ കൊണ്ട് നിൽക്കണം. ചേട്ടാ, ഇതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയായി മാറുകയാണല്ലേ? ജനങ്ങൾക്ക് ദ്രോഹമാണെന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഈ ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് ഇങ്ങനെ മോശമാകുമ്പോൾ ഒരുപാട് ഇതാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. ശരി, ഇതാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം. ഈ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി പണിയേണ്ട സമയത്ത് കൃത്യമായി പണിത് വേണ്ട പാർട്സുകൾ മാറ്റിയിട്ട് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഈ 2 റോറോ സർവീസുകളും ആരംഭിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഈ വിഷയം നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരികയാണ്. അവർ അത്രയധികം ദുരിതത്തിലാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.